കഴിഞ്ഞ ദിവസം ജിറോണയ്ക്കെതിരെ ബാഴ്സലോണ വിജയിച്ചു കയറിയപ്പോൾ താരമായത് ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ നേടിയ ലാമിൻ യമാൽ എന്ന 17 വയസ്സുകാരനാണ്. വണ്ടർ കിഡ് എന്ന് ഫുട്ബോൾ ലോകം വിളിക്കുന്ന ലാമിൻ യമാൽ മെസ്സിക്ക് ശേഷം ബാഴ്സലോണയുടെ ഭാവി എന്നുകൂടി അടിവരയിടുന്നുണ്ട്. അർജന്റീനിയൻ താരം ലയണൽ മെസ്സിയുടെ പിൻഗാമിയായിട്ടാണ് പലരും ലാമിൻ യമാലിനെ കാണുന്നത്. ഗോൾ നേടുന്ന മെസ്സിയേക്കാൾ അസിസ്റ്റ് നേടുന്ന മെസ്സിയാണ് കൂടുതൽ അപകടകാരി എന്നാണ് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. അതുപോലെ ലാമിൻ യമാലും ബാഴ്സലോണയിൽ ഏറ്റവും കൂടുതൽ നേടുന്നതും അസിസ്റ്റുകളാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് ലയണൽ മെസ്സി. മെസ്സിയുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ സ്വയം ഒരു പേരുണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലയണൽ മെസ്സിയുടെ ലെവലിൽ എത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. മെസ്സി അദ്ദേഹത്തിന്റെ പവറുകളിൽ കുറച്ച് എനിക്ക് നൽകി എന്നാണ് ആ ഫോട്ടോഷൂട്ട് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ എനിക്ക് ഇനിയും ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്. FC ബാഴ്സലോണ വിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഒരു ഇതിഹാസമായി മാറണമെന്നാണ് ലാമിൻ യമാൽ പറയുന്നത്. 2024 യൂറോ കപ്പിന്റെ സെമി ഫൈനലിൽ വൻകിട ടീമായ ഫ്രാൻസിനെതിരെ സ്പെയിന്റെ വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ചത് യമാലിന്റെ ബൂട്ടുകളായിരുന്നു. 9-ാം മിനിറ്റിൽ തന്നെ ഫ്രഞ്ച് പടയെ ഞെട്ടിച്ച് വിജയം പിടിച്ചെടുത്തപ്പോൾ സ്പെയിന്റെ ആദ്യ ഗോൾ പിറന്നതും യമാലിന്റെ ബൂട്ടിൽ നിന്ന് തന്നെ. ഇതോടെ ലോക ഫുട്ബോളിൽ മറ്റൊരു സൂപ്പർ താരത്തിന്റെ ഉദയം എന്നാണ് ലോകമെമ്പാടും നിന്നും ഫുട്ബോൾ ആരാധകർ അന്ന് യമാലിനെ വാഴ്ത്തിയത്. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ അക്കാഡമിയായ ലാ മസിയ തന്നെയാണ് യമാലിന്റെയും കളരി. 15-ാം വയസ്സിൽ മസിയയുടെ പടിയിറങ്ങി യൂത്ത് കരിയർ ആരംഭിച്ചതു മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ് യമാൽ. താരത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ബാഴ്സലോണയ്ക്ക് B ടീമിൽ വെറും ഒരു മത്സരത്തിന്റെ പരിചയം മാത്രമുള്ള യമാലിനെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. യമാലിന്റെ പിതാവ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രം ഒരിക്കൽ ലോകം ആഘോഷിച്ചതാണ്. 5 മാസം പ്രായമുള്ള യമാലിനെ എടുത്തു നിൽക്കുന്ന 20-കാരനായ മെസ്സി 2007-ൽ ബാഴ്സലോണ നടത്തിയ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ചിത്രമായിരുന്നു അത്. ക്ലബിന്റെ വാർഷിക ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂണിസെഫുമായി ചേർന്ന് ബാസ നടത്തിയ ഫോട്ടോഷൂട്ടിലാണ് മെസ്സിയും യമാലും ആദ്യമായി ഒരുമിക്കുന്നത്. അന്ന് 5 മാസം പ്രായമുള്ള യമാലിനെ ജ്ഞാനസ്നാനം ചെയ്യിക്കുന്ന തരത്തിൽ തലതൊട്ടപ്പനായാണ് മെസ്സി ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തത്. യമാലിന്റെ കളി കൺമുൻപിൽ പലപ്പോഴും മെസ്സിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരെ വെച്ചുള്ള സാമ്യതകളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചകളും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഫൈനൽ സെമിയിൽ ആരാധകർ ഏറെ കാത്തിരിക്കുന്നത് ലയണൽ മെസ്സി ലാമിൻ യമാൽ പോരാട്ടം തന്നെയാണ്. യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലാണ് ഫൈനലിസിമയിൽ ഏറ്റുമുട്ടുക. 2022-ലായിരുന്നു ആദ്യ ഫൈനലിസിമ പോരാട്ടം നടന്നത്. യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയും കോപ്പ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ വെംബ്ലി സ്റ്റേഡിയത്തിലായിരുന്നു ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ അന്ന് ജയം പിടിച്ചത് മെസ്സിയുടെ അർജന്റീനയായിരുന്നു. തുടർച്ചയായ 2-ാം വട്ടവും മെസ്സിയും സംഘവും ഫൈനലിസിമയ്ക്ക് എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് കരുത്തരായ സ്പെയിനാണ്. ഈ മത്സരത്തിൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് സ്പെയിന്റെ പുത്തൻ താരോദയം ലാമിൻ യമാലും അർജന്റൈൻ ഇതിഹാസം ലയണൽ മെസ്സിയും തമ്മിലുള്ള പോരാട്ടം കാണാനാകും. 2 തലമുറയിലെ സൂപ്പർ താരങ്ങൾ മുഖാമുഖം എത്തുമ്പോൾ ആവേശം വാനോളം ഉയരുമെന്നത് ഉറപ്പാണ്.